ഈ സ്വാതന്ത്ര്യദിനവേദിയുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം പറയുന്നതിലേക്കായി യുക്തിവാദ പഠന കേന്ദ്രം സെക്രട്ടറി ഷാൻഡി ശിവനെ ക്ഷണിച്ചോളൂ. സുഹൃത്തുക്കളെ, പ്രശസ്ത യുക്തിവാദിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ E.A. ജബ്ബാർ മാഷിനെതിരെ ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ ബ്ലോഗിലൂടെ വധഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. മതഭീകരവാദം ഉത്തരേന്ത്യയും കടന്ന് കർണാടകയും കടന്ന് ഇന്ത്യയിലേക്ക് കടന്നിരിക്കുന്നതിൻ്റെ തെളിവാണ് ഈ വധഭീഷണി. ഇതിനെതിരെ സ്വാതന്ത്ര്യചിന്തകർ ഒന്നടങ്കം പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം വിഷയമല്ല, നമ്മളെപ്പോലെയുള്ള ഓരോ സ്വാതന്ത്ര്യചിന്തകരുടെയും വിഷയമായി കണ്ടുകൊണ്ട് എല്ലാവരും ഈ കൂട്ടായ്മയിൽ ഒത്തുകൂടി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് ജബ്ബാർ മാഷിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന CR നീലകണ്ഠൻ സാർ, അദ്ദേഹം ഓൺ ദി വേയിലാണ്, ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണ്. പുരുഷൻ ഏലൂർ, മുഹമ്മദ് ഖാൻ, എഴുപുന്ന ഗോപിനാഥ്, ജോഷി ഡോൺ ബോസ്കോ, രവി മൂവാറ്റുപുഴ, ആബിദ് അലി, MT ശ്രീകുമാർ, അദ്ദേഹവും ഓൺ ദി വേയിലാണ്, ഷാജി ഇടപ്പള്ളി, ഷിബു എരമല്ലൂർ, ഇവരെ സ്വാഗതം ചെയ്യുന്നു. ഈ കൂട്ടായ്മയിലേക്ക് അദ്ദേഹത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സദസ്യർക്കും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ലോകത്താകമാനം തീവ്രവാദ സംഘടനകൾ തലപൊക്കിയപ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു വർഗീയ കലാപങ്ങളോ മതഭീകരരുടെ വധഭീഷണികളോ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുസമൂഹത്തിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, യുക്തിവാദികൾ മാത്രമല്ല, ആ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് ഭീഷണിപ്പെടുത്തുകയോ കൊല്ലുകയോ ചെയ്യാൻ ഭീകരവാദികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തിലെ നമ്മെ നടുക്കുന്ന ഒരു വിവരം. ഒരു കുറച്ച് പിന്നോട്ട് പോയാലേ, ഒരു ക്രിസ്ത്യൻ മതപുരോഹിതന്മാരെ വിമർശിച്ചു എന്നുള്ള ഒരു കാരണത്താൽ ഇന്ന് രാജ്യം വിടേണ്ടി വന്ന സൺലൈഡുമാർക്ക് നമ്മളുടെ മുന്നിലുണ്ട്. 2014 അതിനുശേഷം മഹാരാഷ്ട്രയിലെ ദബോൽക്കർ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം മഹാരാഷ്ട്രയിൽ തന്നെ ഗോവിന്ദ് പൻസാരെ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ കൽബുർഗി, ഇവരെല്ലാം ഈ 3 പേരും വളരെ പ്രഗത്ഭരായിരുന്നുകൊണ്ട് മാത്രം നമ്മൾ അറിയുകയുണ്ടായി. അറിയാതെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വരാതെ ഗ്രാമങ്ങളിലോ ഒക്കെ പ്രവർത്തിച്ചു വരുന്ന കുറേ പേര് ചിലപ്പോൾ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ടാവാം, നമുക്കറിയില്ല. ഈ സമയത്ത് പോലും, ഈ കൽബുർഗിയുടെ മരണത്തിന് ശേഷം പോലും അതേപോലെ തന്നെ ഒരു വധഭീഷണി ഉണ്ടായിരുന്ന ഒരാളാണ് ഡോക്ടർ KS ഭഗവാൻ. നിങ്ങൾക്ക് അറിവുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തെ ഹിന്ദു വർഗീയവാദികൾ
വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് നമ്മുടെ ദക്ഷിണ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരണങ്ങൾ കൊടുത്തുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കാട്ടുകയും ഭീകരവാദികളെ അടിച്ചമർത്താൻ സർക്കാരിലേക്കൊരു മാർഗനിർദ്ദേശം കൊടുക്കുന്ന രൂപത്തിൽ മാറുകയുമുണ്ടായി. ഇന്നും അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ IS-ൻ്റെ വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജബ്ബാർ മാഷ് നമുക്ക് ഏവർക്കും പരിചയമുള്ള മുഖമാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റെന്ന് ഇവർ പറയുന്നത് ഇസ്ലാം മതത്തെ അപകീർത്തിപ്പെടുത്തുവാനും ഈ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാനും ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരു കുറ്റം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായിട്ടൊന്നും പോകുന്നില്ല, 1-2 പോയിന്റുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് ഈ ഖുർആൻ്റെ മാതൃഭാഷയായ അറബി ഒട്ടും മിക്കവർക്കും അറിവില്ലാത്തൊരു ഭാഷയാണ്. ഈ ഭാഷ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു ആളാണ് ജബ്ബാർ മാഷ്. അപ്പോൾ ആ ഭാഷയിൽ അദ്ദേഹത്തിനുള്ള നൈപുണ്യം ഖുർആനെ വിമർശിക്കുന്നതിലേക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ, കാരണം പരിഭാഷപ്പെടുത്തി ഇപ്പോൾ പല ആളുകളും നമ്മളൊരു കാര്യം അതിനകത്ത് പറഞ്ഞാൽ അത് അവർക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് വളച്ചൊടിച്ച് കൊണ്ടുവരുന്ന രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ഖുർആൻ്റെ കൃത്യമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്ന ആ അറബി ഭാഷ പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യകാരണ സഹിതം ഇത് പൊതുസമൂഹത്തിനും മനുഷ്യ നന്മയ്ക്കും എതിരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ഒന്ന്, അത് തെറ്റ് പറയാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കേണ്ട കേസാണ്. ഇത് കൊടുത്തവർ, ഈ വധഭീഷണി മുഴക്കിയവർ പോലും അത് തെറ്റാ പറയില്ല. കാരണം എഴുതി വെക്കപ്പെട്ട ഒരു പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹം അതിൻ്റെ ഉദ്ധരണികൾ എടുത്തുകൊണ്ടാണ് സംസാരിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചേക്കുന്നത്, അല്ലാതെ എഴുതാത്തൊരു കാര്യത്തെ പറ്റിയല്ല. രണ്ടാമത്, ഏഴീഴ് സിവിൽ കോഡ് നിയമം നടപ്പാക്കണമെന്ന് ശക്തമായി വാദിക്കുന്ന ഒരാളാണ് ജബ്ബാർ മാഷ്. ജബ്ബാർ മാഷ് മാത്രമല്ല, പുരോഗമനവാദികളായ അല്ലെങ്കിൽ ഇന്ത്യയിലെ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നുള്ളത്. എന്താണ് സിവിൽ കോഡിനകത്തുള്ള കുഴപ്പം? സിവിൽ കോഡിൽ ഞാൻ വിശദാംശങ്ങളിൽ പോകുന്നില്ല. മനുഷ്യൻ്റെ, നമ്മളിവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളെല്ലാവരും പറയും നമുക്ക് ഒരേപോലെയുള്ള തലമാണ്, ആണിനും പെണ്ണിനും ഒരേ അംഗീകാരം കിട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുകയും അതിനകത്ത് തന്നെ ശരീഅത്ത് നിയമം, ഈ ഇസ്ലാമിക് അത് മുഹമ്മദ് ലോയ്ക്കകത്ത് ശരീഅത്ത് നിയമത്തിനകത്ത് പറയുന്നത് സ്ത്രീകളെ സ്വത്തവകാശൻ്റെ കാര്യത്തിലായാലും വിവാഹത്തിൻ്റെ കാര്യത്തിലായാലും 2-3 തട്ടുകളായിട്ട് മാറ്റി പുരുഷന് മേൽക്കോയ്മയും സ്ത്രീക്ക് താഴെയുള്ള 2-മോ 3-മോ ഉള്ള തലത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനം ശരീഅത്ത് നിയമം മൂലം നടപ്പിൽ വന്നിട്ടുള്ള ഈ പറയുന്ന സിവിൽ കോഡിനകത്തുണ്ട്. ഇന്നലെ ഒരു കോടതി വിധി പോലും നമ്മൾ ഇന്ന് പത്രത്തിൽ മുഴുവൻ വായിച്ചതാണ്. സുപ്രീം കോടതി പറയുന്ന സിവിൽ കോഡിനെ മാറ്റാൻ, സിവിൽ കോഡ് പരിഷ്കരിക്കണം എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ പറ്റില്ല. അത് ഖുറാനിൻ്റെ വാചകങ്ങളുമായി തട്ടിച്ചിട്ടാണ്, ഈ മുഹമ്മദ് ലോയുടെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് പറ്റില്ല എന്ന് ഇസ്ലാം മത പണ്ഡിതന്മാർ പ്രസ്താവിച്ചേക്കാണ്. കാരണം നമ്മുടെ മതേതര രാജ്യത്ത് അതിനേക്കാളും സുപ്രീം കോടതി, പരമോന്നത നീതി പീഠമായ സുപ്രീം കോടതി പറഞ്ഞിട്ട് അതിനെ കവച്ച് വെച്ച് അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഇവിടുത്തെ വർഗീയ ഭ്രാന്തന്മാർ മാറുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ആ ഒരു തരത്തിലാണ് നമുക്ക് ഇന്നിവിടെ വളരെ പെട്ടെന്ന് വിളിച്ചു കൂട്ടിയ ഈ ഒരു യോഗം, പ്രതിഷേധ യോഗം നടത്തേണ്ടി വന്നത്. കാരണം 1 മാസം മുന്നേ, ഇപ്പോൾ 1 മാസത്തിലധികമായി ജബ്ബാർ മാഷിനെ ഈ ഭീഷണി കിട്ടിയിട്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജബ്ബാർ മാഷ് ഈ ഭീഷണി കിട്ടിയതിന് ശേഷം കമ്മീഷണർക്ക് കൊണ്ടുപോയിട്ട് ഒരു ലെറ്റർ കൊടുത്തു പറഞ്ഞേ, എനിക്കിങ്ങനെ ഭീഷണിയുണ്ട്, അതുകൊണ്ട് പോലീസ് സംരക്ഷണം വേണം എന്ന് പറഞ്ഞ് കൊടുത്തു എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഇന്ന് വരേക്കും അദ്ദേഹത്തിനൊരു പോലീസ് സംരക്ഷണം കൊടുത്തിട്ടില്ല. അതൊരു സത്യം. രണ്ടാമത്, നമ്മൾ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചിരുന്നു,
EP ജയരാജന്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന EP ജയരാജന് ഈ IS-ന്റെ ഭീഷണി വന്നു. 1 മണിക്കൂറിൽ എടുത്തില്ല. നമ്മുടെ ലോകനാഥ് ബെഹ്റ എന്ന് പറയുന്ന നമ്മുടെ DGP അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം കൊടുത്തു. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോഴും അതിന് പിന്തുണയില്ലാത്ത ഒരു ആൾ പ്രവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്ന അവർക്കും 2 നിയമങ്ങൾ അല്ലെങ്കിൽ 2 പൗര സ്വാതന്ത്ര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലായി പോയാൽ, തെറ്റിദ്ധരിച്ച് പോയാൽ അതിനെ തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ സംസാരം തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമ്മുടെ മുഖ്യ പ്രാസംഗികനായ സിയ നീലണ്ണ സാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുന്നതിനായിട്ട് കേരള യുക്തിവാദ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ എഴുപന്ന ഗോപിനാഥിനെ ക്ഷണിച്ചോളുന്നു. പ്രിയമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം വന്നു. യുക്തിവാദി സംഘത്തിൻ്റെ ആവശ്യകത. പുരോഗമന പ്രസ്ഥാനമായ യുക്തിവാദി പ്രസ്ഥാനം കേരളത്തിൽ സജീവമല്ലാത്തത് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർദ്ധിക്കാനിടയായെന്നും ഈ സംഘടന ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കെയർ ഓഫിലുള്ള മാധ്യമം വാരിക പറഞ്ഞത്. മാധ്യമം അത് പറയാനുള്ള പ്രധാന കാരണം യുക്തിവാദി സംഘപ്രവർത്തനത്തിൽ ഞാനടക്കമുള്ള ആളുകൾ ഇസ്ലാം മതത്തെ കൂടുതൽ വിമർശിക്കാറില്ല. കാരണം ഇസ്ലാം മതത്തെ കൂടുതൽ പഠിക്കാനായിട്ട് കഴിയാറില്ല. നമ്മൾക്ക് അറബി വശമല്ലാത്തത് കൊണ്ടും ഈ മതത്തിൻ്റെ വിശദാംശങ്ങൾ അറിയാത്തത് കൊണ്ടും പ്രസംഗമധ്യേ പലപ്പോഴും ഇസ്ലാം മതം വിട്ടുപോകാറുണ്ട്. എന്നാൽ ചെറുപ്പകാലം മുതൽ തന്നെ അറബി പഠിച്ച നല്ലൊരു അറബ് പണ്ഡിതനായ ജബ്ബാർ മാസ്റ്റർ ഇസ്ലാം മതത്തിൻ്റെ ഓരോ വരികളും ഉദ്ധരിച്ചുകൊണ്ട് ആ മതത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും എടുത്തു പറയാറുണ്ട്. അതിൽ പ്രധാനി ജബ്ബാർ മാസ്റ്ററാണ്. അവരോടൊപ്പം തന്നെ പറയുന്ന MPK ഉണ്ടായിരുന്നു, ഇപ്പോൾ കലാതം മാസ്റ്ററുണ്ട്, രാജഗോപാൽ വാഗത്താനമുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എങ്കിൽ പോലും കൃത്യമായിട്ട് അക്കം നിരത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചത് ജബ്ബാർ മാസ്റ്ററാണ്. അതുകൊണ്ടായിരിക്കാം IS ഭീകരർ ജബ്ബാർ മാസ്റ്ററിനെതിരെ വധഭീഷണി മുഴക്കിയത്. IS എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ്, ലോകം മുഴുവനും ഇസ്ലാം ഭരണകൂടം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉള്ളതാണെന്ന് നമുക്കെല്ലാം അറിയാം. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു 1980-കളിൽ ഇവിടെ ഒരു മുദ്രാവാക്യം സിമിയുടേതായിട്ട് മതിലുകളിൽ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ആ ചുവരെഴുത്ത് മാച്ച് കളയുവാനല്ല RSSകാർ പോയത്. അതിൻ്റെ അടിയിൽ ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്നവരെഴുതി. ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന് RSSകാരൻ എഴുതിയപ്പോൾ, അതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, പിന്നീട് ആ മുദ്രാവാക്യം ഉയർത്തിയിട്ടില്ല. ഇങ്ങനെ കുറിക്കുകൊള്ളുന്ന മുദ്രാവാക്യങ്ങൾ ഒരു ഭാഗത്ത് ISൻ്റെ അതേ രീതിയിൽ തന്നെ നിൽക്കുന്ന RSSൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെങ്കിൽ ജബ്ബാർ മാസ്റ്ററെ പോലുള്ളവരുടെ ശക്തമായ പ്രചരണം അവരെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. മതത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടന്നിട്ടുള്ള ചരിത്രം നമുക്കറിയാം. ഇവിടെ ഒഴുകപ്പെട്ട ചോരയുടെ 90% മതത്തിൻ്റെ പേരിലുള്ള യുദ്ധങ്ങളാണ്. കുരിശ് യുദ്ധങ്ങളാണെങ്കിലും അറബി ഇസ്രയേൽ യുദ്ധമാണെങ്കിലും ഇങ്ങോട്ടുള്ള ഏതൊരു യുദ്ധത്തിൻ്റെ പിന്നിലാണെങ്കിലും മതസംഘടനകളാണ്. പക്ഷേ അവിടെയെല്ലാം ഇപ്പുറത്ത് മറ്റൊരു മതക്കാരനെ ആയിരിക്കും കൊല്ലുക. എന്നാൽ ഇന്നത്തെ മതഭീകരവാദികൾ, അത് IS ആണെങ്കിലും RSS ആണെങ്കിലും, കൂടുതൽ കൊല്ലുന്നത് അവരുടെ മതത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണ്. അവരുടെ മതത്തിൽ അവരെ എതിർക്കുകയോ അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെ എതിർചേരിയിലുള്ള ഒരു മതക്കാരനെ അംഗീകരിക്കുകയോ ചെയ്താൽ അവർക്കത് സഹിക്കില്ല. നമുക്കറിയാം,
1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യയിലായിരുന്നില്ല. പാകിസ്ഥാൻ പ്രവിശ്യയിലെ നവോഖാലി എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് കേവലം ഒരു ഊന്നുവടി മാത്രം പിടിച്ചുകൊണ്ട് യാതൊരു ആയുധവുമില്ലാതെ അദ്ദേഹം പറഞ്ഞത്, ഇസ്ലാം സഹോദരങ്ങളെ, നിങ്ങൾ ഹിന്ദു സഹോദരങ്ങളെ കൊല്ലരുത് എന്നാണ്. ഇന്ത്യയിലാണെങ്കിൽ അങ്ങേരം പറയുക, ഹിന്ദു സഹോദരന്മാരെ, നിങ്ങളുടെ സഹോദരന്മാരാണ് ഇസ്ലാം, അവരെ കൊല്ലരുത് എന്നായിരിക്കും. അത് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ നേരെ ഒരു മുസൽമാനും കല്ലെടുത്തെറിഞ്ഞില്ല. മറിച്ച് ഇന്ത്യയിൽ വന്ന് അദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും കിട്ടുന്ന ഡൽഹി പ്രദേശത്ത് വെച്ചാണ് മഹാത്മാഗാന്ധിയെ നാഥൂറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്നത്. ഇന്ന് RSSകാരൻ പറയുന്നത് ആദ്യം കൊല്ലേണ്ടിയിരുന്നത് ഗാന്ധിയെ അല്ല, പണ്ഡിറ്റ് നെഹ്റുവിനെ ആയിരുന്നു കൊല്ലേണ്ടതെന്നാണ്. കാരണം പണ്ഡിറ്റ് നെഹ്റു ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ത്യൻ മതേതരത്വത്തിന് ഏറ്റവും കൂടുതൽ ഊന്നലുണ്ടായത്. നമുക്കറിയാം, അറിയപ്പെടുന്ന ഒരു ഭൗതികവാദിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഗാന്ധി അങ്ങനെ ആയിരുന്നില്ല. ഗാന്ധിയുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകവും ഗോഡ്സെയുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകവും രണ്ടും ഭഗവത്ഗീത തന്നെയാണ്. അങ്ങനെ ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കൊല്ലുന്ന പ്രവണത ഇന്ന് കൂടിക്കൂടി വരികയാണ്. പണ്ടാണെങ്കിൽ ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ കൊന്നത് ജൂതന്മാരെയാണ്. ഇന്ന് അവരെ തന്നെ കൊല്ലുന്നു. ISന്റെ ഭീകരത നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. 4/7/2016 ഇറാഖിൽ ഇരട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് 130 പേരാണ്. പരിക്കേറ്റത് 150 പേർക്കും. 3/7/2016 ബംഗ്ലാദേശിൽ ഡക്കാർ റെസ്റ്റോറൻറ്റിൽ 11 മണിക്കൂർ നീണ്ടുനിന്ന ആക്രമണത്തിൽ വെട്ടിക്കൊന്നത് 20 പേരെ, പരിക്ക് പറ്റിയത് 30 പേർക്ക്. 1/7/2013 കാബൂളിൽ പോലീസ് സംഘത്തെ ആക്രമിച്ചു, മരണം 37, പരിക്ക് പറ്റിയവർ 40. തുർക്കി വിമാനത്താവള സ്ഫോടനം, കൊല്ലപ്പെട്ടത് 43. 4/7/2016 ഇസ്റ്റാജെറിയ ഫുട്ബോൾ മത്സരത്തിൽ ചാവോർ ആക്രമണത്തിൽ മരിച്ചത് 32 പേർ. ഇതിൽ ഭൂരിഭാഗവും മുസ്ലിംസ് തന്നെയാണ്. 1/5/2016 ബാഗ്ദാദിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ മരണം 93. 17/5/2016 ഷിയ ഭൂരിപക്ഷ പ്രദേശത്ത് 4 ബോംബ് സ്ഫോടനം, മരണം 69. ജൂൺ 9 ബാഗ്ദാദിൽ മരണം 30. ജൂൺ 25 മുതൽ ജൂലൈ 1 വരെ ജിഹാദി ആക്രമണം, മരണം 50. ജിഹാദി ആക്രമണം നടന്നത് 50, മരണം 340. ഇസ്ലാമിക് അറ്റാക്ക് 50 രാജ്യങ്ങളിൽ, മരണം മൊത്തം നോക്കുമ്പോൾ 10,908. പരിക്ക് പറ്റിയവർ 13,321. 3/7/2016 തുർക്കി വിമാനത്താവള സ്ഫോടനം, മരണം 41, പരിക്ക് 239. അഫ്ഗാനിസ്ഥാൻ സംസ്ഥാനമായ കാബൂളിൽ ചാവോർ ആക്രമണം, മരണം 37, പരിക്ക് 40. ഇത് പറയുമ്പോൾ ഒരു കൂട്ടർ പറയുന്നത് IS ഇസ്ലാമികളല്ല. IS എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്നും വ്യത്യസ്തമായ ആളുകളാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണെന്നാണ് അവർ പറയുന്നത്. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്താണ്? സമാധാനം നമുക്കറിയാം. ഗുജറാത്തിൽ വംശഹത്യ നടത്തിയ മോഡിയുടെ ഗുജറാത്തിൽ കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ പടം കാണിച്ചാണ് ഇസ്ലാം മതക്കാർ കൂടുതൽ പ്രചരണം നടത്തിയത്. നമ്മളും ആ തൊഴുതുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ പടം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കാരണം തൊഴുതുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യനെ തല്ലുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരതയാണ്. ആ ആളുകൾ തന്നെയാണ് മൂവാറ്റുപുഴയിൽ ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയത്. ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടുന്ന കാര്യത്തിൽ അവർക്ക് ആ ക്രൂരതയൊന്നും ഉണ്ടായില്ല. ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യ 13 വർഷം ശാന്തമായ മതപ്രചരണം നടത്തിയിട്ട് മുഹമ്മദിന് കിട്ടിയത് നിസ്സാരമായ അനുയായികളെ മാത്രമാണ്. സമാധാനം കൊണ്ട് മതം വളരുകയില്ല എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് വാളെടുക്കുകയാണ് ചെയ്തത്. വാളെടുത്തപ്പോൾ ഇസ്ലാമിൻ്റെ വളർച്ച വളരെ ത്വരിതഗതിയിലായി. എങ്ങനെ വളർന്നു? വാളെടുത്ത് ആയുധവും കൊടുത്ത് വിടുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ കൊല്ലുന്ന ഇരയുടെ സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് സ്വന്തമായി എടുക്കാം, ഇരയുടെ ഭാര്യയെയും ഇരയുടെ മക്കളെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ജിഹാദിലൂടെ അക്രമത്തിന് പോകുമ്പോൾ ആ അക്രമത്തിൽ മരിക്കപ്പെട്ട ആളുകളുടെ ഭാര്യയെയും മക്കളെയും കിട്ടുന്നതിനോടൊപ്പം അയാളുടെ ധനം കൂടി കിട്ടുമ്പോൾ സാമ്പത്തികമുണ്ടാകുന്നു.
ഇന്ന് IS റിക്രൂട്ട് ചെയ്യുമ്പോഴും ജിഹാദിലൂടെ ഇസ്ലാം മതത്തിന് വേണ്ടി നിങ്ങൾ പോരാടിയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു യുവാവും അവരുടെ കൂടെ പോവില്ല എന്ന് നമുക്കറിയാം. പിന്നെയോ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വേണ്ട സഹായം, ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു മൊബൈൽ ഫോൺ, ഏറ്റവും ആധുനികമായ ഒരു വാഹനം, ലാപ്ടോപ്പ്, കൂടാതെ കുറച്ച് ആയുധങ്ങളും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ സ്വർഗം, മരിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഖുറാനിൽ പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാമിലില്ല. അത് ഫാസിസ്റ്റ് സംഘടനകൾക്കൊന്നിനുമില്ല. RSSലും ജനാധിപത്യമില്ല. അവരുടെ എല്ലാം രീതി ഏകാധിപത്യ രീതിയിലാണ്. രാജഭരണത്തിൻ്റെ തുടർച്ച പോലെയുള്ള ആ രീതി മുന്നോട്ട് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ വകവരുത്തിക്കൊണ്ട് ആശയപരമായി നേരിടാൻ സാധിക്കില്ല എന്നവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ജബ്ബാർ മാഷ് പറയുന്ന ഓരോ വാക്കുകളും ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ട് 7-ാം നൂറ്റാണ്ടിലെ കാട്ടറബി ഉണ്ടാക്കിയ ആ നിയമസംഹിത, ആ നിയമസംഹിത തരികിട മാറ്റം വരുത്തുവാൻ നമുക്ക് അവകാശമില്ലല്ലോ. കാരണം ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തതാണല്ലോ. മാനസിക രോഗിക്കുണ്ടാകുന്ന ചില മതിഭ്രമം കൊണ്ടുണ്ടാകുന്ന ജൽപ്പനങ്ങൾ, ആ ജൽപ്പനങ്ങൾ ഈ 20-ാം നൂറ്റാണ്ടിലും നടപ്പിലാക്കണമെന്ന് പറയുന്ന മതവിശ്വാസികൾ അവരുടെ ആശയങ്ങളൊന്നും മാറ്റാൻ തയ്യാറില്ലാത്തത് ജബ്ബാർ മാഷിനെ പോലെയുള്ളവരും യുക്തിവാദി പ്രവർത്തകരും സ്വതന്ത്ര ചിന്തകരും മതത്തെ വിമർശിക്കുമ്പോൾ അവർക്കതിന് മറുപടി പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ആയുധം കൊണ്ട് മറുപടി പറയുന്നു. അതാണ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് കൽബുർഗിയെയും ഗോവിന്ദ് പൻസാരെയും എല്ലാം ആക്രമിച്ച മതഭീകരരെ കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും ആശയത്തെ തോക്കുകൊണ്ട് നേരിടാൻ കഴിയില്ല എന്ന് നാം തെളിയിക്കണം. ജബ്ബാർ മാഷിന് നേരെ ഉണ്ടായ വധഭീഷണി ജബ്ബാർ മാഷിന് നേരെ മാത്രമല്ല, സ്വതന്ത്ര ചിന്തകരെയും യുക്തിവാദികളെയും അവർ നോട്ടമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും അവരുടെ ഇരയാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നുവച്ച് പേടിച്ച് പിന്മാറാൻ നമ്മളാരും തയ്യാറില്ലെന്നും ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ആ പോരാട്ടം എന്നും ഉണ്ടായിട്ടുണ്ട്. ആ പോരാട്ടത്തിൽ ജബ്ബാർ മാഷിനെതിരെ ഉണ്ടായിട്ടുള്ള ISൻ്റെ ഈ ആക്രമണ ഭീഷണിയെ നേരിടണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള യുക്തിവാദി സംഘത്തിൻ്റെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനം. കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഖാനെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തെരുവിൽ കുട്ടികളെ അലങ്കരിച്ച് നിർത്തി അവരെ പ്രദർശിപ്പിച്ചത് നമ്മൾ കണ്ടുവല്ലോ. ആ കൊച്ചുകുട്ടികൾ വളർന്നു വന്നാൽ രാമനെക്കുറിച്ചോ കൃഷ്ണനെക്കുറിച്ചോ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിലേ പിടികൂടുകയാണ്. ഞാൻ ജബ്ബാർ മാഷിൻ്റെ വധഭീഷണി എവിടെയാണ് ഒളിഞ്ഞിരിപ്പുള്ളത് എന്ന് അന്വേഷിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ നിയമ നടപടിക്ക് വിധേയരാകുന്ന ഒരു വ്യക്തിയാണ് PDPയുടെ മദനി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ, ഞാനവിടെ കേൾക്കാൻ പോയ ആളാണ്, പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു സദസ്സ് നബിയുള്ള കാലഘട്ടത്തിലാണ്. നബി ഇങ്ങനെ അനുവാചകർക്ക് സന്ദേശങ്ങൾ പകർന്നു കൊടുത്ത് ഇതുപോലെ നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു കൊണ്ടിരുന്നൊരു വേളയിൽ നബിയെ എതിർക്കുന്ന ഒരാൾ അവിടെ വന്ന് അദ്ദേഹത്തെ പുലഭ്യം പറഞ്ഞു. അനുയായികൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം രവിചന്ദ്രൻ മാഷ് പറയുന്നത്, ഈ ഇസ്ലാമിസ്റ്റുകളെ ധൈര്യപൂർവ്വം അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് ഫാൻസ്, അവർക്ക് ഇഷ്ടപ്പെടില്ല. അക്കൂട്ടത്തിൽ പലരും അയാളെ ആക്രമിക്കാനായിട്ട് നബിയോട് അനുവാദം ചോദിച്ചു. നബി കൊടുത്തില്ല. ഈ ബഹളമുണ്ടാക്കിയ ആളിൻ്റെ മകൻ ആ സദസ്സിലുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, ഞാൻ എൻ്റെ വാപ്പയെ കൈകാര്യം ചെയ്യാം. നബി പറഞ്ഞു, വേണ്ട, അയാൾ അടങ്ങിക്കോളും. ഇയാൾ അടങ്ങുന്നില്ല. അവസാനം നബിയുടെ സമ്മതത്തോടു കൂടിയോ സമ്മതമില്ലാതെയോ, അത് അജ്ഞാതമായ കാര്യമാണ്, വാപ്പയുടെ
സ്വന്തം തല വെട്ടിയെടുത്ത് അത് വാളിൽ കുത്തി നബിയുടെ മുമ്പിൽ കൊണ്ട് കാഴ്ചവെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം പിതാവ്. നബിയെക്കുറിച്ച് പറയുന്നത് കൽബിൻ്റെ കൽബായ, കരളിൻ്റെ കരളായ, അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങളെ അക്കാലത്ത് തന്നെ സഹിച്ചിരുന്നില്ല. സ്വന്തം പിതാവിൻ്റെ തല വേർപെട്ട് കിടക്കുമ്പോൾ മനുഷ്യരായാൽ മനുഷ്യർക്ക് അൾട്രൂയിസമുണ്ട്. നമ്മൾ സഹജാവബോധമുള്ള ആളുകളാണ്, സിമ്പതിയുള്ള ആളുകളാണ്. സ്വന്തം പിതാവിന് പോലും മനുഷ്യത്വപരമായ സിമ്പതി നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരാളത് ചെയ്തുവെങ്കിൽ ഇത് മതത്തിൻ്റെ ഒരു പൊതുസ്വഭാവവുമായി ബന്ധപ്പെട്ടാണ്. മദനി അന്ന് പറഞ്ഞ് ആ പ്രസംഗം കേട്ട ആളുകളാണ് ഇന്ന് ജബ്ബാർ മാഷിനെതിരെ ഉറഞ്ഞു തുള്ളുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ജബ്ബാർ മാഷിനെതിരെയുള്ള വധഭീഷണി താമസിച്ചു പോയി. കാരണം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ഖുർആനെ കൊണ്ട് പഠിക്കാൻ സാധ്യമല്ല. ഖുർആനെ ആധികാരമാക്കിക്കൊണ്ട് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ ലോക സാഹിത്യത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി ഇസ്ലാം എന്തെന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അലിസീനയുടെ സൈറ്റുണ്ട്. പക്ഷേ ആ സൈറ്റിനൊരു കുഴപ്പമുണ്ട്, അത് വൺ സൈഡഡ് ആണ്. വിമർശിക്കുമ്പോൾ വിമർശനത്തിന് പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത, വിമർശനത്തെ ഇഷ്ടപ്പെടുന്ന നമ്മെപ്പോലുള്ള ആളുകൾ പോലും അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലാണ് അലിസീനയുടെ സൈറ്റ്. പക്ഷേ ജബ്ബാർ മാഷിൻ്റെ ബ്ലോഗ് അത് ഒരു ഒന്നാന്തര സാധനമാണ്. ഇസ്ലാം എന്തെന്ന് ആർക്കെങ്കിലും മലയാളിക്ക് അറിയാനുണ്ടെങ്കിൽ ആ ബ്ലോഗ് തപ്പിക്കഴിഞ്ഞാൽ സർവ്വതും, ഇനി പറയാനൊന്നുമില്ല. എനിക്ക് അദ്ദേഹത്തെ വളരെ അതിശയത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളത്. പെഷാവറിൽ 141 കുട്ടികളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നും അറിയാത്ത കുട്ടികളെ തെരഞ്ഞു പിടിച്ച് കൊല്ലണമെങ്കിൽ ആ മനസ്ഥിതി, സ്നേഹത്തിൻ്റെ മതം, കാരുണ്യത്തിൻ്റെ മതം, സമത്വത്തിൻ്റെ മതം, ഒന്നും അറിയാത്ത 141 കുട്ടികളെയാണ് പെഷാവറിൽ കൊന്നൊടുക്കിയത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഞാൻ ജബ്ബാർ മാഷിനോട് വിളിച്ച് ചോദിച്ചു, ഞാൻ ചെയ്തോട്ടെ? എനിക്ക് പേടിയുണ്ട്. പേടി മനുഷ്യ സഹജമായ വികാരമാണ്. ഈ വികാരത്തെ മതത്തിന് നന്നായി അറിയാം. രവിമാഷ് പറയാണ്ട് കോപ്പെ, കൊതിപ്പിക്കുക, പേടിപ്പിക്കുക. മതത്തിൻ്റെ കൈമുതലായിട്ടുള്ള 2 കാര്യങ്ങളാണത്. അതില്ലെങ്കിൽ മതമില്ല. കൊതിപ്പിക്കുക, സ്വർഗം കാണിച്ചു കൊടുപ്പിക്കുക, പേടിപ്പിക്കുക. ഒന്നുമില്ലെങ്കിലും മരണത്തെ പറഞ്ഞ് പേടിപ്പിക്കും, അല്ലെങ്കിൽ മരണം കൊണ്ട് തന്ന് പേടിപ്പിക്കും. പേടിക്കാത്ത മനുഷ്യരേ ഇല്ല. പേടിയില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മൾ പേടിക്കും. പേടിപ്പിച്ചു കഴിഞ്ഞാലോ? നിഷാദ് മുതുവട്ടിൽ എന്നൊരു യുവാവുണ്ട്. അദ്ദേഹം ബ്ലോഗിൽ, ഇൻ്റർനെറ്റിൽ, ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ ഇടയ്ക്ക് ഇസ്ലാമിനെ നന്നായി വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റല്ല ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ജബ്ബാർ മാഷ് എന്നൊരു കമൻ്റ് ഇട്ടു. അതെന്തറിയോ? എടാ നിനക്ക് ജീവിക്കണ്ടേ? ആ കമൻ്റ് ഒരുപാട് കാര്യം നമ്മോട് പറയുന്നുണ്ട്. അത് യുവതലമുറയോട് ജബ്ബാർ മാഷ് നൽകാനുള്ള സന്ദേശമാണ്. നമ്മെപ്പോലുള്ള ആളുകൾക്ക് നിനക്ക് ജീവിക്കണം. ജീവിക്കാനൊക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. നമ്മുടെ ശാസ്ത്രകാരന്മാരെ ഒരുപാട് ആളുകളെ വിളിച്ചു വരുത്തി കൊന്നിട്ടുണ്ട്, വിചാരണ ചെയ്ത് തടങ്കിലാക്കിയിട്ടുണ്ട്. ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വൈകി ഓടുന്ന ഒരു തീവണ്ടിയായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിന് കാരണം മതമാണ്. മതം എന്നും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിൽ നിന്നും 17 കുട്ടികൾ ജബ്ബാർ മാഷിനെ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വധിക്കാനായിട്ട് ട്രെയിനിങ്ങിനായിട്ട് പോയിട്ടുണ്ട്. മടക്കയാത്ര വരികയാണെങ്കിൽ തോക്കല്ല, വാളല്ല, വാളാണ് ചിഹ്നം. വാളൊക്കെ ഉപേക്ഷിച്ചു. പിന്നെ മതത്തിനൊരു ഗുണം എന്തറിയോ? ജബ്ബാർ മാഷിൻ്റെ വധഭീഷണി വന്നതിന് ബ്ലോഗിലാണ്. അതായത് ശാസ്ത്രത്തെ പുൽകേണ്ടവർ, ശാസ്ത്രത്തെ മനസ്സിലാക്കേണ്ടവർ, ശാസ്ത്രജ്ഞൻ എന്ന് വേണമെങ്കിൽ പറയാം, അധികപ്പറ്റാണെങ്കിൽ നമ്മളാണ്. നമുക്ക് എപ്പോഴാണ് ബ്ലോഗ് തുടങ്ങുക? എന്നെ ഫേസ്ബുക്കിൽ പരിചയപ്പെടുത്തിയത് ജബ്ബാർ മാഷ് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. എനിക്ക് ബ്ലോഗ് തുടങ്ങിച്ചത് ജബ്ബാർ മാഷാണ്. അങ്ങനെ ഒരുപാട് കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ വളരെ പിറകിലാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഇൻ്റർനെറ്റുമായിട്ടും ഫേസ്ബുക്കുമായിട്ടും ബന്ധമുള്ള ആളുകൾ ആരൊക്കെയുണ്ട്? ഞാൻ കുറ്റം പറയുകയല്ല. ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കേണ്ട നമ്മൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടേ നിൽക്കുന്നില്ല. പക്ഷേ
അദ്നാൻ ഒക്തർ എന്നൊരാളുണ്ട്. തുർക്കിയിലെ ഒരു കപട ശാസ്ത്രജ്ഞനാണ്. എവല്യൂഷനെതിരെ അദ്ദേഹം ഒരുപാട് സാഹിത്യങ്ങൾ പടച്ചുവിടുന്നുണ്ട്. അതൊന്ന് കാണേണ്ടതാണ്. എത്ര മഹനീയമായ, എത്ര സുന്ദരമായ, എത്ര നല്ല രീതിയിൽ വിഭാവനം ചെയ്ത ഒന്നാണ്. അതിനെ കോപ്പി അടിച്ചിട്ടാണ് നമ്മുടെ സക്കീർ നായക്കും എം അക്ബറും കാര്യങ്ങൾ വിളമ്പിത്തരുന്നത്. അവരത് നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഈ 17 പേരും ISSൻ്റെ ആശയം ഉൾക്കൊണ്ടത് മദ്രസയിൽ നിന്നല്ല, PDP പറഞ്ഞിട്ടല്ല. അവർ ഇപ്പോൾ ഉൾക്കൊണ്ടത് ആധുനിക ആയുധമായ ഇൻ്റർനെറ്റിലൂടെയാണ്. ഈ ആധുനിക ആയുധത്തെ നമ്മൾ കരസ്ഥമാക്കുന്നില്ല. ജബ്ബാർ മാഷിനെതിരെയുള്ള വധഭീഷണിക്ക് എതിരായിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്ന അതേ ആയുധം തന്നെ ആയിരിക്കണം നമുക്ക്, എങ്കിലേ പ്രതിരോധം ശക്തമാകൂ. അല്ലാതെ നമ്മളിവിടെ കൂടിയിരുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് കേൾക്കാൻ ഇപ്പോൾ ഒരുപാട് ആളുണ്ട്. ചെഗനൂർ വന്നു, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഒരു റിക്രൂട്ടിംഗ് ഏജൻ്റായിരുന്നു നമുക്ക്. അദ്ദേഹത്തെ കൊന്നുവർ. പക്ഷേ അതിനുശേഷം ഇസ്ലാമിക യുവാക്കളെ അഭിസംബോധന ചെയ്യാൻ ഒരാളുണ്ട് നമുക്ക്. ഇത് ജബ്ബാർ മാഷാണ്. അദ്ദേഹത്തിൻ്റെ ധൈര്യമാണ് മുതുവട്ടിലുള്ള കമൻറ്റിൽ കൂടെ നമ്മൾ കണ്ടത്. പേടിക്കുമെന്ന് ചോദിച്ചാൽ ഞാനത് ഉത്തരം പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് പോലും അങ്ങനെ കാര്യങ്ങൾ പറയിക്കാൻ പാകത്തിൽ അവർ ശക്തരാണ്. അവർ ശക്തരാണ്, സംശയമൊന്നുമില്ല. അമേരിക്കയിൽ നുഴഞ്ഞു കയറി അവിടുത്തെ 2 വലിയ കെട്ടിടങ്ങളെ തകർത്തിട്ടിട്ട് മുസ്ലിങ്ങളെ കൊണ്ട് എന്ത് വിശ്വസിപ്പിക്കുന്നു? ഇത് ജൂതന്മാരുടെ കളിയാണ്. അവിടെയാണ് വിജയം. ഞാനൊരു ചെറിയ കഥ കൂടെ പറയാം. ഇത് സംഭവമാണ്, കഥയല്ല. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം മിക്കവാറും ഒരു മുസ്ലിം കൂട്ടായ്മയുണ്ട്. ഞങ്ങളൊരു 3-4 സുഹൃത്തുക്കൾ ചെന്നിരുന്ന് സംസാരിക്കും പല കാര്യത്തിൽ. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാളോട് യുക്തിവാദം പറയുകയാണ്. 1 ഇഞ്ച് എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല. എങ്കിലും രസത്തിന് വേണ്ടി ഞാൻ ഇന്നും പറയും, ഇന്നലെയും പറഞ്ഞു. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു സഖാവ് വരും. ഞാനൊരു ലെഫ്റ്റാണ്, ഇപ്പോഴും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും. അദ്ദേഹത്തോട് 2 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു. നബിയെക്കുറിച്ചാണ്. കൽബിൻ്റെ കൽബായ മുത്ത് റസൂൽ മുത്തിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞല്ല. ഇന്ന് നിലനിൽക്കുന്ന സംസ്കാരമനുസരിച്ച്, നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് 9 ഭാര്യമാരുള്ള ആളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? അയാൾ പറഞ്ഞു വളരെ മോശമാണ്. ഞാൻ പറഞ്ഞു എന്നാൽ ഈ മോശത്തരം നിങ്ങളുടെ നബിക്കും ബാധകമാണ്. നീ എന്താ ഈ പറയുന്നത്? നബി ഇങ്ങനെയോ? ഞാൻ പറഞ്ഞു ഞാൻ കയ്യിലിട്ടൊന്നും പറയുന്നില്ല. നേരത്തെ ഇവിടെ സഖാവ് സൂചിപ്പിച്ചു, നമ്മളൊന്നും കയ്യിൽ നിന്ന് പറയുന്നില്ല. എല്ലാം അവരുടെ രേഖകളിൽ നിന്നെടുത്ത് ഉദ്ധരിച്ച് മാത്രമേ നമ്മൾ പറയുന്നു. നമ്മൾ കയ്യിൽ നിന്ന് പറയേണ്ട കാര്യമേ ഇല്ല. അത്രത്തോളം കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ രേഖകൾ പരിശോധിക്കൂ. സംസാരിച്ചു വന്ന് അയാൾ പറഞ്ഞത് നിന്നെപ്പോലെയുള്ള ആളുകൾ വധിക്കപ്പെടേണ്ടവരാണ്. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് മുത്തുനബിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നേരിട്ട് പറയുകയാണ്, നിന്നെപ്പോലുള്ള ആളുകൾ വധിക്കപ്പെടേണ്ടവരാണ്. മതത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ അടി ഉറഞ്ഞു കിടക്കുന്ന ഒന്നാണ് ഈ വധവും കൊല്ലലും കൊല്ലിക്കലും ഒക്കെ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. പക്ഷേ ഇന്നത് അതിൻ്റെ നല്ല രൂപം, നല്ല ആർജവത്തോടു കൂടി നിൽക്കാൻ കാരണം ഏതിനും യുവാക്കളാണ് ആവശ്യം. ചുടുരക്തം എല്ലാത്തിനും ആവശ്യമാണല്ലോ. യുവാക്കളെ കിട്ടാൻ എന്ത് ചെയ്യണം? ഹാൾ മീറ്റിങ്ങിൽ യുവാക്കൾ വരുമായിരിക്കാം, വളരെ കുറച്ച്. പക്ഷെ യുവാക്കളെ കിട്ടാൻ യുവാക്കളുടെ ഭാഷയിൽ സംസാരിക്കണം. അതെന്താണ് ഭാഷ? ആ ഭാഷ സംസാരിക്കുന്നതാണ് മതം. അതുകൊണ്ട് ഇന്ന് യുവാക്കളെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കൂ, നിസ്സാരമായ കാര്യമല്ല. 17 പേര് സ്വകുടുംബം ഉപേക്ഷിച്ച് സുന്ദര മനോഹരമായ ദൈവത്തിൻ്റെ ഇൻവെർട്ടഡ് കോമ ഈ നാട് വിട്ട് മറ്റു ദൈവത്തിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. ആ മനോഗതിയെ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. നാട് വിട്ടു പോകാൻ, അമ്മയെ വിട്ടുപോകാൻ, സഹോദരങ്ങളെ വിട്ടുപോകാൻ, മലയാളത്തെ വിട്ടുപോകാൻ. ഗോത്രമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികളുടെ ഒരു ഗോത്രമാണ്. കാരണം മലയാളം സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഹിന്ദിക്കാരന് മനസ്സിലാകും, ഒരു ഗോത്രമാണ്. ഈ ഗോത്രത്തെ വിട്ടുകൊണ്ട് അന്യ ഗോത്രത്തിലേക്ക് പറിച്ചു നടാൻ പാകത്തിൽ ഒരു കൂട്ടം യുവാക്കൾ ഇവിടുന്ന് പോകുന്നുവെങ്കിൽ ഇത് നിസ്സാരമായ ഭീഷണിയല്ല സുഹൃത്തുക്കളെ. അങ്ങനെ നിസ്സാരമായി കാണണ്ട. ഈ പറയുന്ന പലരും വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിൽ നോക്കൂ,
ബ്ലോഗർമാരാണ്. ബ്ലോഗിലൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ ബ്ലോഗിലൊക്കെ എഴുതിയാലേ കുത്തിയിരിക്കുന്ന വായിക്കുന്ന ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളെ സ്വാധീനിക്കുമെങ്കിൽ ആ സ്വാധീനമാണ് ഏറ്റവും വലുത്. ആ സ്വാധീനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിലായിരിക്കണം ജബ്ബാർ മാഷിനെതിരെയുള്ള വധഭീഷണിക്കെതിരെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രസംഗിക്കുന്ന എൻ്റെ വീട്ടിൽ മതം അതിൻ്റെ എല്ലാ രൂപത്തിലും കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ മകൻ്റെ കല്യാണം സ്വതന്ത്ര ചിന്തകരാണല്ലോ നമ്മൾ. ഇവിടെ ഷിബു ഇരിപ്പുണ്ട്. എൻ്റെ മകൻ്റെ കല്യാണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, തീർച്ചയായിട്ടും അയാൾ തീരുമാനിച്ച രീതിയിലാണ്. അയാൾ തീരുമാനിച്ച രീതിയിൽ എൻ്റെ വീട്ടിൽ എന്ത് കടക്കാൻ പാടില്ലയോ, ഞാൻ എന്തിനെതിരെ സംസാരിക്കുന്നു, അതിൽ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. അയാൾക്ക് വിശ്വാസമില്ല, അത് വാസ്തവമാണ്. പക്ഷേ എൻ്റെ മകൻ്റെ കല്യാണത്തിൽ ഞാൻ മുടക്കിയ പൈസയിൽ എൻ്റെ മൈക്കിൽ കൂടി മതപ്രഭാഷണം നടന്നു. ഓപ്ഷൻസ് ചോയ്സ് എന്ന് രവിമാഷ് പറയും. ഇത് വിടില്ല കേട്ടോ നമ്മളെ. ഈ വധഭീഷണി മാത്രമല്ല, വലിഞ്ഞ മുറുക്കി കെട്ടിക്കൊണ്ട്. എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ഞാൻ കബറടക്കാൻ വേണ്ടി പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയില്ല. എല്ലാ പേരും നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, എടാ നീ നിസ്കരിക്കാൻ പറ്റത്തില്ലേ? നിസ്കരിക്കാൻ വരില്ലെന്നറിയാം. അവിടെ മനഃപൂർവ്വം ഓപ്ഷൻ ചോയ്സ് തരികയാണ്, നീ വരണം, ഇതിനകത്ത് കിടക്കാൻ പാടില്ല. മണ്ണുവാരി ഇടാറുണ്ട്, ഞാൻ മണ്ണുവാരി ഇട്ടില്ല. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, നീ മണ്ണുവാരിയെങ്കിലും ഇട്ടൂടെ? നോക്കൂ, വധഭീഷണിയാണോ? നമ്മളെ ജീവിച്ചിരിക്കുന്ന നമ്മളെ കൊല്ലാൻ മതത്തിന് നല്ല വശമാണ്. എന്തെല്ലാം പഴുതുകളുണ്ട്. ജനിച്ചു വീണാൽ ഞാൻ ആദ്യമായി കേട്ട വാക്ക് എൻ്റെ സുഹൃത്തുക്കളെ അല്ലാഹു അക്ബർ എന്നാണ്. എൻ്റെ കാതിൽ ആദ്യമായി മന്ത്രോച്ചാരണം എന്ന നിലയ്ക്ക് ഞാൻ ജനിച്ചു വീണപ്പോൾ കേട്ടത്. ചിലപ്പോൾ ഞാൻ മരണമെത്തുന്ന നേരത്ത് ചിലപ്പോൾ ഇതായിരിക്കാം. ഓപ്ഷൻ ചോയ്സാണ്. ആരാണ് വന്നെൻ്റെ അടുത്തിരിക്കുക എന്ന് പറയാനൊക്കെയില്ല. അയാളിത് പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ടി വരും എന്ന ഒരു ദുഃഖസത്യം നിലനിൽക്കുകയാണ്. ഈ വിലക്കുകളെ എന്നും സമൂഹം എങ്ങനെയാണ് നേരിട്ടിട്ടുള്ളത്? ഈ വിലക്കുകളെ നേരിടുമ്പോൾ ജബ്ബാർ മാഷ് പറയുന്നത് ജബ്ബാർ മാഷിൻ്റെ അഭിപ്രായമാണെങ്കിൽ പോലും അവാസ്തവമേ അല്ല. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായമാണ്, ശാത്താനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവാണ് ശാത്താൻ. ഒരു ശൈത്താനെ, ഒരു ചെകുത്താനെ സൃഷ്ടിക്കുന്ന മനോഭാവത്തിലുള്ള ഒരു ദൈവം എങ്ങനെ കരുണാമയനാകും, എങ്ങനെ നല്ലവനാകും, എങ്ങനെ അക്ബറാകും, വലിയവനാകും? ആകാൻ പാടില്ലല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അതൊരു വിശകലനമാണെങ്കിൽ അതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥമെന്ന് പറയുന്നത് ശാത്താനെയല്ല, എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവമെന്നുള്ള മതപ്രബോധനമാണ്. ആ പ്രബോധനത്തെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ സധൈര്യം ഞാൻ നോക്കിയിടത്തോളം 2 വ്യക്തികൾക്കാണ് ഇക്കാര്യത്തിൽ വളരെ ആത്മധൈര്യമുള്ളത്. ആ വാക്ക് ക്ഷമിക്കുക. ഒന്ന് ജബ്ബാർ മാഷ്, ഒന്ന് രവിചന്ദ്രൻ മാഷ്. രവിചന്ദ്രൻ മാഷ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മുഹമ്മദൻസ് ഫാൻസ് ഇത്രയും പറയാൻ ആർക്കാ ധൈര്യപ്പെടുക? അതിനേക്കാളും ശക്തമായ രീതിയിൽ ഖുർആനിക വ്യാഖ്യാനങ്ങളെ നടത്തിക്കൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ വളരെ ധൈര്യപൂർവ്വം പറഞ്ഞ ഒരു വ്യക്തിയാണ് ജബ്ബാർ മാഷ്. ഇവിടെ നമ്മൾ നേരത്തെ പ്രാസംഗികം സൂചിപ്പിച്ചു, ജബ്ബാർ മാഷിനെതിരെ വധഭീഷണി ഉണ്ടായിട്ട് അനങ്ങുന്നില്ല എന്ന്. അനങ്ങില്ല. കൽബുർഗിയെ വധിച്ചിട്ട് കഴിഞ്ഞ മെനിഞ്ഞാന്നങ്ങാണ്ടാണ് 1 വർഷം തികയുന്നത്. ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്യപ്പെടില്ല. കാരണം ഇത് ഭരണകർത്താക്കളാൽ സ്പോൺസേഡ് ആണ്, അല്ലെങ്കിൽ പിന്തുണയുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് പേടിയുള്ളതാണ്. ഇവിടെ ഒരു ഇടതു സർക്കാരാണ് ഉള്ളത്. ഞങ്ങൾ മന്ത്രി ശൈലജയെ കണ്ട് വടക്കഞ്ചേരിക്കെതിരെ ഒരു പരാതി കൊടുത്തു. അദ്ദേഹം ചെയ്യുന്നത് ഇതുപോലൊരു പാതകമാണ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അവർ പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു പരാതിക്ക്. കാത്തിരുന്ന പരാതി കയ്യിൽ കിട്ടിയിട്ടും പരാതിയിന്മേൽ നടപടി നമ്മൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഈ കാത്തിരിപ്പ് എത്ര കാലം തുടരുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഒരാൾ വ്യക്തിപരമായി തന്നെ ഇക്കാര്യത്തിൽ നടപടി എടുക്കണമെന്ന് തീരുമാനിച്ചാൽ പോലും അയാളെക്കൊണ്ട് ചെയ്യിക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ചെയ്യിക്കാതിരിക്കാൻ സാധിക്കും. അതാണ് സംവിധാനം. ആ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇവർക്കെതിരെ ശബ്ദിക്കേണ്ടത്. ഇന്ന് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ പേജുള്ളൊരു വർത്തമാനമാണ് മദർ തെരേസയെ പുണ്യവളത്തിയാക്കുന്ന ഒരു കാര്യം. എന്ത് അപഹാസ്യമായ കാര്യമാണത്! എങ്ങനെയാണ്
അവർ പുണ്യവാളത്തിയായിട്ട് പ്രഖ്യാപിച്ചോട്ടെ, അവരുടെ കാര്യമാണ്. വിപ്ലവ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അതിൻ്റെ ജിഹ്വയിൽ പറയുന്നു ഇത് ശരിയാണെന്ന്. മദർ തെരേസയെക്കുറിച്ച് ക്രിസ്റ്റഫർ ഹിച്ചൻസ് ചെയ്തിട്ട് വായിക്കട്ടെ, വായിച്ച് മനസ്സിലാക്കിയിട്ട് പറയട്ടെ. ഇവർ അർഹതപ്പെട്ട ആളുകൾ കൊടുക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ കള്ള നാണയങ്ങളുടെ ഒരു പുറം രാജ്യത്ത് നിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ തന്നെ സംഭവിക്കുമ്പോൾ ജൈവ കൃഷിയുടെ കാര്യം ഞാൻ വിഷയം വിട്ട് പോകുന്നില്ല, ഞാൻ പറയാൻ കാരണം അതായത് ഒരു കപട ലോകത്താണ് നമ്മുടെ ഭരണകർത്താക്കൾ. ഒന്നുകിൽ അവർ കപടമെന്നറിഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നു. ആദ്യം പറഞ്ഞതാകാനാണ് കൂടുതൽ സാധ്യത. മതത്തിൻ്റെ ആളുകൾ അവരുടെ വികാരത്തിൻ്റെ പുറത്ത് എന്തു ചെയ്താലും വോട്ട് ബാങ്കിനെ പേടിച്ചുകൊണ്ട് ഒരു നടപടിക്കും ഒരു ഭരണകക്ഷിയും അത് LDF ആൽ പോലും തയ്യാറാകുമോ എന്ന് ഇനി ചരിത്രം നമ്മെ പഠിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഭീഷണി എന്ന് പറയുന്നത് എത്ര മൂർച്ചയുള്ള, എത്ര തലയുള്ള വാളെന്ന് നിങ്ങൾ കാണൂ. ഭീഷണി മാത്രമല്ല, നമുക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം പോലും നിഷേധിക്കത്തക്ക രീതിയിൽ മതം അതിൻ്റെ ശക്തി തെളിയിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ മനുഷ്യരെ കൊല്ലാൻ കാരണം? ഞാനൊന്ന് പറയാം സുഹൃത്തുക്കളെ, ബോറടിക്കണേ നിർത്താം. മതമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. മനുഷ്യ മസ്തിഷ്കം രൂപപ്പെട്ടു വന്നിരിക്കുന്നത് മതത്തിൽ വിശ്വസിക്കാൻ പാകത്തിലാണ്. ഇത് പ്രസംഗിച്ച ഒരു വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ആ പ്രാസംഗികൻ ആദ്യം പറയുന്നത് സദസ്യരോട് ചോദ്യം ചോദിക്കുക. സദസ്യർ യുക്തിവാദികളാണ്. E=mc² എന്നുള്ള ആ സമവാക്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് എന്ന്. സദസ്സിൽ വളരെ തുലയം തുച്ഛ ആളുകളെ കൈപൊക്കിയുള്ളൂ. ഞാനും വിശ്വസിക്കുന്നുണ്ട്, എനിക്കറിയില്ല. ഇങ്ങനെ എന്തിലെങ്കിലും വിശ്വസിക്കാനുള്ള ഒരു ഡിഫാൾട്ട് സെറ്റിംഗാണ് നമ്മുടെ മസ്തിഷ്കം. ആ ഡിഫോൾട്ട് സെറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് ആ ഡിഫോൾട്ട് സെറ്റിങ്ങിനകത്ത് നല്ലൊരു സോഫ്റ്റ്വെയർ ഒന്ന് വീഴുകയാണെങ്കിൽ, ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന RSS പോലുള്ള നല്ലൊരു സോഫ്റ്റ്വെയർ വന്ന് വീഴുകയാണെങ്കിൽ ഒരു രക്ഷയുമില്ല. ആ ഹാർഡ്വെയർ നന്നായി വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് 17 പേരെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം. ഒന്ന് രണ്ട് കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്താം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക. ഈ ഭീകരകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ വയസ്സൊന്നും നിങ്ങൾ പരിശോധിക്കുക. ഏകദേശം 19 മുതൽ 30 വരെ, ഏറിയാൽ 30 വരെ ഇവരാണ് ഈ ഭീകരകൃത്യത്തിൽ ഏർപ്പെടാറുള്ള ആളുകൾ. ഡിഫാൾട്ട് സെറ്റിംഗായ ഒരു മനസ്സിൽ, എന്നാൽ ഈ മനസ്സിൻ്റെ പ്രായം എന്തായിരിക്കണം? 19-30 ആയിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആധുനിക ന്യൂറോളജി പറയുന്നത് ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കം അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ എത്തണമെങ്കിൽ കുറഞ്ഞത് 30 വയസ്സെങ്കിലും ആകണം. ബ്രെയിൻ മൈലിനേഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാകണമെങ്കിൽ, പൂർണ്ണമായിട്ടും പ്രക്രിയയ്ക്ക് വിധേയമാകണമെങ്കിൽ 30 വയസ്സെങ്കിലും താണ്ടിയിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ചാവേറായി വരുന്ന ആളുകൾ മൈലിനേഷൻ പൂർത്തീകരിക്കപ്പെട്ടാലേ വരും വരായികകളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ മനുഷ്യന് അവൻ്റെ തനത് രീതിയിൽ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം വരും വരായികളെ ചിന്തിക്കുകയില്ല. 141 കുട്ടികളെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് എമ്പതിയോടുകൂടി, സിമ്പതിയോടുകൂടി വീക്ഷിക്കാതിരിക്കാൻ കാരണം വരും വരായികൾക്ക് ചിന്തയില്ല. കാരണം ചിന്തിക്കേണ്ട മസ്തിഷ്കം പരിപൂർണതയിലെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ 17 പേരിൽ പലരും ഞാൻ ഈ പ്രായപരിധിക്ക് ഉൾപ്പെട്ട ആളുകളാണ്. ഇങ്ങനെ അനുകൂലമായ ഘടകങ്ങൾ ശാസ്ത്രീയമായിട്ട്, മാനസികമായിട്ട്, ശാരീരികമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, സാമ്പത്തികമായിട്ട്, വളരെ പ്രധാനമായ കാര്യം സാമ്പത്തികം. ഒരു യുക്തിവാദി സംഘം ഇവിടെ ഉണ്ടായിട്ട് 100 വർഷം തികഞ്ഞെന്ന് തോന്നുന്നു. എവിടെയാണ് ഒരു ഓഫീസുള്ളത്? എവിടെയാണ് ഒരു ബോർഡ് ഉള്ളത്? യുക്തിവാദി സംഘം എന്നൊരു ബോർഡ് എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും എന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെ അടയാളം കാണാതെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരിഞ്ച് നിങ്ങൾക്ക് നടക്കാനൊക്കുമോ? എവിടുന്നാ സമ്പത്ത് വരുന്നത്? കോപ്പയാണ് കാരണം. എന്തായാലും സമ്പത്തുണ്ട്. പള്ളികളൊക്കെ വളരെ സുന്ദരമായ പള്ളികളായി മാറിക്കഴിഞ്ഞു. ചർച്ചുകളൊക്കെ, ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കപ്പെടുകയാണ്. പണം, സമ്പത്ത് അവർക്കുണ്ട്. സമ്പത്ത് നമുക്കില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ എപ്പോഴാണ് മാറ്റം വരിക? എങ്ങനെയാണ് മാറ്റം വരേണ്ടത്?
ഞാനങ്ങനെ വളരെ ശുഭാപ്തി വിശ്വാസക്കാരനല്ലെങ്കിൽ തന്നെയും വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഒന്നൊരു കാര്യം പറയാം. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ധരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകൾക്ക് കണ്ടക്ടറാകാൻ പറ്റില്ല. എൻ്റെ ഒരു ഹിപ്പോക്രസിയാണ്. എനിക്ക് ആ അഭിപ്രായം ഇപ്പോൾ ഇല്ല കേട്ടോ. എന്തുപറ്റി? മതത്തിന് വെളിയിൽ മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ വരാൻ സ്ത്രീകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ മെനിയാന്ന് ട്രിവാൻഡ്രത്ത് ട്രാഫിക്കിൽ ജാമിൽപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫർദയിട്ട 2 സ്ത്രീകൾ 2 ആക്ടിവയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ആക്ടിവയിൽ കയറി വേഗത്തിൽ ഓടിയാൽ ഫർദ പറന്നു വയ്ക്കുള്ളൂ. അത്തരത്തിലൊരു മാറ്റമുണ്ടായേ. അതായത് മനുഷ്യ സമൂഹത്തിനകത്ത് പകുതി വരുന്ന ആളുകളെ അടിച്ചമർത്തിയിരുന്ന മതത്തിന് ഇന്നത് സാധിക്കുന്നില്ല എന്നൊരു ദുഃഖസത്യം അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഫോട്ടോ എടുക്കാൻ പാടില്ല. എൻ്റെ ചെറുകാലത്തൊന്നും എന്നെ ഫോട്ടോ എടുക്കാൻ അനുവദിച്ചിരുന്നില്ല. വീട്ടിൽ ഫോട്ടോ വയ്ക്കാൻ പാടില്ല, ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഷെയ്ത്താൻ വരുമെന്നാണ്. പക്ഷേ ഇന്ന് ഫോട്ടോ അല്ല, ഇന്ന് 19 ഇഞ്ച് വലിപ്പത്തിലാണ് കറുത്ത മുത്തൊക്കെ കളിക്കുന്നത്, ചന്ദന മഴയൊക്കെ ഓടുന്നത്. മാറ്റമല്ലേ? ശാസ്ത്രം കടന്നു വരുമ്പോൾ അറിയാതെ ഇത്തരം കാര്യങ്ങൾ പിന്നോക്കം പോകാം. യക്ഷിയും മറതയും മാടനൊക്കെ ഇപ്പോൾ ഇവിടെ പോയി? ഇലക്ട്രിക് ബൾബ് വന്നു, അതുകൊണ്ടാണ് അവരൊക്കെ പിന്നാക്കം പോയത്. ഇതുപോലെ ശാസ്ത്രത്തിൻ്റെ വരവായിരിക്കാം ഇവർക്ക് നേരിടേണ്ട ഭീഷണി. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രത്തെ അവരിന്ന് ശക്തമായി കയ്യിൽ പിടിച്ചുകൊണ്ട് സക്കീർ നായക്കും MM അക്ബറും ഉൾപ്പെടെയുള്ള ഏത് മതപ്രഭാഷണം നിങ്ങളെടുത്ത് നോക്കൂ, ഇപ്പോൾ ശാസ്ത്രത്തെ സംബന്ധിയായ എന്തെങ്കിലും പറയാതെ മതപ്രഭാഷണം അവസാനിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു. ഈ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ ആ വേദിയിൽ ചോദിച്ചു, എന്താണ് ഏകീകൃത സിവിൽ കോഡ്? ഇതിൽ എവിടെയാണ് അപാകതയുള്ളത്? ഒരു 4-5 പേരുണ്ട്, ആരെങ്കിലും ഒരാൾ പറയൂ. അത് ശരീഅത്തിനെതിരാണ്. എന്താണ് ശരീഅത്ത്? ശരീഅത്തിൻ്റെ 3 തലാഖ് ചൊല്ലുന്ന കാര്യം ഞാൻ പറഞ്ഞു. 3 തലാഖ് ചൊല്ലുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ അപ്പോഴും അക്കാര്യത്തിൽ അവ്യക്തതയാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും മതം അജ്ഞതയുടെ ഭാഗമാണ്, അജ്ഞതയുടെ സന്തതി തന്നെയാണ് മതം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത് ശാസ്ത്രത്തിൻ്റെ വരവാണ്. ആ ശാസ്ത്രത്തെ പുൽകിക്കൊണ്ട്, ആ ശാസ്ത്രത്തിൻ്റെ പ്രചാരകരായിക്കൊണ്ട് മതം ഉപയോഗിക്കുന്ന ശാസ്ത്രത്തെ അവരുടെ ആയുധമല്ല നമ്മുടെ ആയുധമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പടപൊരുതുകയാണെങ്കിൽ ഇമാതിരിയുള്ള വധഭീഷണികളെ ശക്തമായി നമുക്ക് നേരിടാൻ സാധിക്കും. പേടിയോടുകൂടി, നല്ല ഭയത്തോടുകൂടി തന്നെയാണ് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-30 വർഷം ഇങ്ങനെ അല്ലായിരുന്നു കേരളത്തിൽ. അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നിരിക്കാം. പക്ഷേങ്കിൽ കാലഘട്ടത്തിൻ്റെ മാറ്റം നന്നായി അവർ ഉൾക്കൊള്ളുന്നുണ്ട്, അവരായുധമണിയുന്നുണ്ട്. നമ്മൾ ആയുധപ്പുരയിലേക്ക് അന്വേഷണം പോലും എത്തുന്നില്ല എങ്കിൽ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രതിഷേധത്തിൽ കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. പുരോഗമന കലാ സാംസ്കാരിക സംഘം എറണാകുളം മേഖലാ പ്രസിഡന്റ് ജോഷി ഡോൺ ബോസ്കോ. പ്രിയപ്പെട്ടവരെ, ജബ്ബാർ മാഷിനെ ഞാൻ അവസാനമായിട്ട് കാണുന്നതിൻ്റെ ഓർമ്മയിൽ കോഴിക്കോട് നടന്ന ഡിങ്ക മതമഹാസമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ചാണ്. ആ വേദിയിൽ അദ്ദേഹം സംസാരിച്ചപ്പോഴും അതിനു മുൻപ് നേരിട്ടും ഇൻ്റർനെറ്റിലൂടെയും ജബ്ബാർ മാഷിൻ്റെ ആശയ പ്രചരണങ്ങളെ വളരെ അടുത്ത് നിരീക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ ധാരാളമായി കാണുന്ന യുക്തിവാദ പ്രവർത്തകരുടെയും മതവിമർശകരുടെയും രീതികളിൽ നിന്നും എന്തുകൊണ്ടാണ് ജബ്ബാർ മാഷ് ഒരു പരിധിവരെ വ്യത്യസ്തനാവുന്നത് എന്നുള്ളത് ഈ വധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചൊരു വസ്തുതയാണ്. പലപ്പോഴും മതവിമർശകരെ
മതത്തിൻ്റെ ശക്തികൾക്ക് താല്പര്യമില്ല എങ്കിൽ കൂടി അവരുടെ വിമർശനം തങ്ങളെ യാതൊരു അർത്ഥത്തിലും ബാധിക്കില്ല എന്ന് കരുതുന്ന ഒരു ചിന്താഗതിയും മതത്തെ വളരെ അന്ധമായിട്ട് പുൽകുന്ന ആളുകളുടെ ഇടയിലുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഈ വിമർശനം അവർക്ക് സ്വന്തം കാലിനടിയെ മണ്ണ് നഷ്ടപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് മാറുകയാണ് എന്ന് വളരെ ഗുരുതരമായി തിരിച്ചറിയുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ സനൽ ഇടമറുകിൻ്റെയും മറ്റ് പല യുക്തിവാദ പുരോഗമന പ്രവർത്തകരുടെയും കാര്യം പറഞ്ഞു. ഒരു ബുദ്ധിയുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട്, ഒരു ആശയപരമായ ഔന്നത്തിൽ നിന്നുകൊണ്ട് യുക്തിവാദി അദ്ദേഹത്തിന് ആശയപ്രചരണം നടത്തുമ്പോൾ ഈ അന്ധവിശ്വാസ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന പകപ്പിനേക്കാൾ വളരെ കൂടുതൽ ഒരു ആശയ ഔന്നത്യത്തിൽ നിന്ന് മാറിക്കൊണ്ടും പച്ചയായ മതചിട്ടയുടെ പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടും വിമർശനത്തെ തിരിച്ചുവിടുമ്പോൾ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആ ഭീഷണി തങ്ങളെങ്ങനെ ബാധിക്കുന്നുവെന്ന് മതകേന്ദ്രങ്ങൾ തിരിച്ചറിയാറുണ്ട്. എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രണ്ടാമത്തെ ഗണത്തിലാണ് ജബ്ബാർ മാഷ് പെടുന്നതെന്നുള്ളതാണ്. നമ്മൾ കൊച്ചിയിൽ കപ്പലുകൾ തുറമുഖത്തേക്ക് അടുക്കുന്നത് കാണാറുണ്ട്. മതം ഒരു വലിയ കപ്പലാണെന്ന് സങ്കല്പിക്കുക. വള്ളത്തിൽ പോകുന്ന മുക്കുവന്മാരുടെയും കുറച്ചുകൂടി വലിയ മത്സ്യബന്ധന ബോട്ടുകളിൽ പോകുന്നവരുടെയും ചെറു വഞ്ചികളിൽ പോകുന്നവരുടെയും എതിർപ്പ് ഈ കപ്പലിന് നേരെ ഉണ്ടെങ്കിൽ അവർ തങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കല്ലുകളും കയ്യിലെ പങ്കായവും ഒക്കെ വലിച്ചെറിഞ്ഞാലും ഈ അഴിമുഖത്തേക്ക് കടന്നു വരുന്ന ഈ കപ്പലിന് അതൊരു പരിധിയിലപ്പുറം അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ കപ്പലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അറിയുന്ന, കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയുന്ന ഒരാൾ, ഈ കപ്പലിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ കപ്പൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ആ പ്രവർത്തനത്തിന് ദോഷകരമായ രീതിയിൽ ആ കപ്പലിനുള്ളിൽ നിന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഈ പുറമെ നിന്ന് എറിയുന്ന പങ്കായത്തിനെയും കല്ലിനേക്കാൾ വളരെ വലുതായിരിക്കും. ജബ്ബാർ മാഷിൻ്റെ മതവിമർശനം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, മതത്തെ അന്ധമായി അനുകൂലിക്കുന്ന പലരെയുംക്കാൾ ഇക്കാര്യത്തിൽ അവഗാഹമുള്ളൊരു വ്യക്തിയാണ് എ ജബ്ബാർ സാർ. അദ്ദേഹത്തിൻ്റെ മതവിമർശനത്തിൻ്റെ ആധികാരികത, അദ്ദേഹം വിമർശിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിനുള്ള ആധികാരികമായ അറിവ്, ഈ അറിവ് പല വിമർശകരെ പോലും, അദ്ദേഹത്തിൻ്റെ വിമർശകരെ പോലും ജബ്ബാർ മാഷിൻ്റെ ഒരു ആരാധന നിലയിലേക്ക് മാറ്റിമറിക്കുന്ന ഒരു കാഴ്ച സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമിനെ അമിതമായി ആരാധിക്കുന്ന ഇസ്ലാമിലെ വലിയൊരു യുവവിഭാഗം ഫേസ്ബുക്കിലൂടെയും മറ്റ് നവമാധ്യമങ്ങളിലൂടെയുമുള്ള ജബ്ബാർ മാഷിൻ്റെ മതവിമർശനത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെക്കാൾ എത്രയോ പാണ്ഡിത്യമാണ്, എത്രയോ അറിവാണ് ജബ്ബാർ മാഷിന് അവരുടെ മതത്തെക്കുറിച്ചുള്ളതെന്ന് മനസ്സിലാക്കുമ്പോൾ തങ്ങൾ മദ്രസകളിൽ നിന്ന് പഠിച്ചതും മൊല്ലാക്കമാരിൽ നിന്ന് പഠിച്ചതിനേക്കാൾ എത്രയോ ആഴത്തിലുള്ള ഇസ്ലാമിനെ പറ്റിയുള്ള അറിവാണ് ഈ ജബ്ബാർ മാഷൊരു മതവിമർശനത്തിലൂടെ അവർക്ക് പകർന്നു നൽകുന്നത് എന്ന തിരിച്ചറിവിൽ അല്പ മതവിശ്വാസികളായിട്ടുള്ള പലരും അന്ധമായി ആഴത്തിലെ മതവിശ്വാസി എന്ന് ധരിച്ച് മതചിഹ്നങ്ങളിൽ ജീവിക്കുന്ന പലരും ജബ്ബാർ മാഷിൻ്റെ പ്രബോധനങ്ങളിലേക്ക് വഴിമാറുന്ന കാഴ്ച ദൈനംദിന കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പൊള്ളുന്ന യാഥാർത്ഥ്യമാണ്. ഒരു പ്രഖ്യാപിത യുക്തിവാദിയായി മതത്തെ കിട്ടുന്ന വേദികളിലൊക്കെ വിമർശിക്കുന്ന ഒരു ഉപരിപ്ലവമായ നിലക്ക് നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു വിമർശകനല്ല എ ജബ്ബാർ. അദ്ദേഹം മാംസത്തിൽ കടിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹം മരണയോഗ്യനാണെന്ന് IS അതിൽ ഇസ്ലാമിക തീവ്രവാദികളെ വിലയിരുത്തുന്നതിൽ തെല്ലും അത്ഭുതപ്പെടാനില്ല.
ഇത്തരത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് വിമർശിക്കുന്ന വിമർശകരെ, അനുകൂലിച്ച് നിൽക്കുന്നവരെ പോലും അവരുടെ മനസ്സിനെ അല്പമെങ്കിലും ഇളക്കുന്ന ഒരു പ്രവർത്തനം നടത്താൻ ഒരു വിമർശകന് കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നുള്ളിക്കളയാൻ അവർ ശ്രമിക്കുന്നത് തീർത്തും വളരെ സ്വാഭാവികമായിട്ടൊരു പ്രക്രിയയാണ്. അതിനെ നമ്മൾ നേരിടുക തന്നെ വേണം. ലോകത്തെമ്പാടും നവോത്ഥാന മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, ഒരു 40 വർഷം പോലും മുൻപ് നവോത്ഥാന മൂല്യങ്ങളിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങളിൽ നിന്നും ആ ഉയർച്ചയിൽ നിന്നും വീണ്ടും നമ്മൾ എവിടെ കിടന്നിരുന്നോ ആ ചെളിക്കുണ്ടിലേക്ക് ആണ്ടുപോയ പാരമ്പര്യമാണ് നമ്മുടെ നാടിനുള്ളത്, നമ്മുടെ കേരളത്തിനുള്ളത്. ശാസ്ത്രബോധത്തിൻ്റെ പിന്തുണയില്ലാതെ നമ്മൾ നേടിയ നവോത്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് വീണ്ടും അന്ധകാരത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് നമ്മൾ നിബന്ധിച്ചപ്പോൾ യൂറോപ്പിലേക്ക് നമുക്ക് മാതൃകയായി നിൽക്കുന്നൊരു രാജ്യമുണ്ട്, അത് ഫ്രാൻസാണ്. എമ്പാടും ഉണ്ടായ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ ഫ്രാൻസിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ഒരു കാലഘട്ടത്തിൽ പാരീസ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പുരോഗമന ചിന്താഗതിക്കാരുടെയും സാഹിത്യ താൽപര്യരുടെയും ഒരു താവളമായിരുന്നു. നവോത്ഥാന ചിന്തയുടെ, സാർത്രും കമുവും എല്ലാം ഉൾപ്പെട്ട ഒരു നവോത്ഥാന ചിന്തയുടെ പ്രഭവ കേന്ദ്രമായിരുന്നു ഫ്രാൻസും പാരീസും. ഇന്നും ഈ 2016 അവർ അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഫ്രാൻസ് കൈവരിച്ച ആ ചിന്താധാരയിൽ നിന്നും ശാസ്ത്രത്തെയും കലയെയും സാഹിത്യത്തെയും പുരോഗമനപരമായി പ്രയോജനപ്പെടുത്തുന്ന ആ പ്രായോഗിക മികവിൽ നിന്നും ഒരു ഇഞ്ച് പോലും ഫ്രാൻസ് പിന്നോട്ട് പോയിട്ടില്ല. ഇന്നും ഫ്രാൻസിൽ മതസ്വാതന്ത്ര്യം വിമർശന വിധേയമാണ്. അവരുടെ സർക്കാരും ഫ്രഞ്ച് ജനതയും മതമൗലികവാദത്തെ അവർ കൈവരിച്ച നവോത്ഥാന നേട്ടങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു ജനതയാണ് ഫ്രാൻസിലേത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മത തീവ്രവാദികൾ, പ്രത്യേകിച്ച് ഇസ്ലാം മത തീവ്രവാദികൾ നോട്ടമിട്ടിരിക്കുന്നത് ഒരു രാജ്യത്തെയാണെങ്കിൽ അത് ഫ്രാൻസിനെയാണ്. ബാഗ്ദാദിൽ നിന്നും സിറിയയിൽ നിന്നും ആരംഭിച്ചുകൊണ്ട് ലോകത്തേക്ക് എമ്പാടും പടർന്നു കയറാനാണ് IS ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടി ഈ സിറിയയെയും ബാഗ്ദാദിനേക്കാൾ എത്രയോ കാതം അകലെ കിടക്കുന്ന ഫ്രാൻസിലേക്ക് അവരുടെ കുന്തമുനകളെല്ലാം കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ, ഷാർലി എബ്ദോ എന്ന പത്രത്തിൻ്റെ ഓഫീസിലേക്ക് കടന്ന് 12 എഡിറ്റർമാരെ ചുട്ടുകരിക്കുന്നുവെങ്കിൽ, എന്തിനേറെ ഈ 2016 ഫ്രാൻസിലെ ഒരു തെരുവിൽ ഒരു പ്രാദേശിക സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിരുന്ന ഒരു ജനതയ്ക്ക് മേലെ കുട്ടികൾ ഉറുമ്പിന് പുറത്തേക്ക് വണ്ടി ഓടിച്ച് കയറ്റുന്നത് പോലെ ഒരു ട്രക്ക് ഒരു മതഭ്രാന്തൻ കയറ്റി 89 പേരെ സ്വയം വധശിക്ഷ നടപ്പാക്കിയത് ഫ്രാൻസിലായിരുന്നു എന്നുള്ളത് മതമൗലികവാദത്തിന് പിന്നിൽ വഴങ്ങില്ല എന്ന് ഫ്രഞ്ച് ജനത ഇന്നും ഇത്രയും കാഷ്വാലിറ്റികൾക്ക് ശേഷവും അവർ ഉറച്ച ദാർഢ്യത്തോടെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. എത്രയോ അകലെയാണ് ബാഗ്ദാദിൽ നിന്നും സിറിയയിൽ നിന്നും ഫ്രാൻസിന്റെ സ്ഥാനം. എങ്കിലും വിമർശനത്തിന്റെ സ്വരത്തെ, മതമൗലികവാദത്തെ, ചെറുത്തുനിൽപ്പിനെ എന്ത് വില കൊടുത്തും ഞങ്ങൾ അടിച്ചമർത്തും. അന്ധകാരത്തെ തുളയ്ക്കുന്ന ഒരു പ്രകാശ നാളത്തെ പോലും ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പ്രഘോഷിപ്പിക്കുന്ന, എന്ന് അനുഭവിപ്പിച്ച് കാണിക്കുന്ന ഇസ്ലാം മതഭീകരവാദയുടെ എല്ലാ കുന്തമുനകളും ഫ്രാൻസിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് പോലെയാണ് ഞാൻ കാണുന്നത് കേരളത്തിലെ വടക്കൻ കേരളത്തിൽ E.A. ജബ്ബാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നേരെ ഇപ്പോൾ കുന്തമുന തിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മതവിമർശനം ഒരു ഡിപ്ലോമാറ്റിക് മതവിമർശനത്തിനേക്കാൾ വളരെയധികം താണ്ടിയിരിക്കുന്നു. അവരുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്ന നിലയിലേക്ക് ജബ്ബാർ മാഷിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മതവിമർശനത്തെ അവരുടെ ശരിക്കു പറഞ്ഞാൽ ശരീരത്തിൽ കൊണ്ടു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഫ്രാൻസിനെ ലോകമെമ്പാടുമുള്ള ജനത എഞ്ചേറ്റിയതുപോലെ E.A. ജബ്ബാർ ഒരു പ്രതീകമായിട്ട്, മതവിമർശനത്തിൻ്റെ, സ്വതന്ത്ര ചിന്തയുടെ, യുക്തിചിന്തയുടെ പ്രതീകമായിട്ട് നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ കരുതുകയാണ്. എനിക്ക് മുൻപ് പ്രസംഗിച്ച ബഹുമാന്യ വ്യക്തി പറഞ്ഞതുപോലെ ജീവിതത്തിലും മരണത്തിലും ആശയങ്ങൾ മാത്രം മരിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി മൗലികവാദികളുടെ തിട്ടൂരത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ടതല്ല E.A. ജബ്ബാറിനെ പോലെയുള്ള ഒരു വ്യക്തിത്വം എന്ന് അദ്ദേഹത്തിൻ്റെ അതിജീവനത്തിൽ കൂടി തെളിയിക്കേണ്ട ആവശ്യവും നമുക്കുണ്ട്. മുൻപ് പ്രസംഗിച്ച ചിലർ കേരള സർക്കാരിൽ നിന്നും വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്ന രീതിയിൽ ചില പരാമർശങ്ങൾ ഇവിടെ ഉണ്ടായി.
അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കാര്യം സൂചിപ്പിക്കുകയാണ്. ഒരു പ്രഭാഷകനിവിടെ പറഞ്ഞു, ഒരു സഖാവ് കമ്മ്യൂണിസ്റ്റ് സ്റ്റഡി ക്ലാസ്സിൽ പോയിരുന്ന ഒരു സഖാവ് മതവിമർശനം നടത്തുന്ന അദ്ദേഹം മരണയോഗ്യനാണ്, നിങ്ങൾ വധിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അതിനോടൊക്കെ പൂർണ്ണമായിട്ട് ഞാൻ വിയോജിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സ്റ്റഡി ക്ലാസ്സിൽ പോകുന്ന ഒരു സഖാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരാൾ, മതവിമർശനം നടത്തുന്ന ഒരാൾ വധിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലൊരു വാചകം ഒരിക്കലും പറയാൻ സാധ്യതയില്ല. എങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സ്യൂഡോ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കണം. അത് മാത്രമല്ല, കേരളത്തിലെ പുരോഗമന ചിന്താഗതിയുള്ള പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ധീരമായ നിലപാടെടുക്കുകയും ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ പുതുതായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായിട്ടുള്ള ധാരാളം പുരോഗമനപരമായ ചർച്ചകൾ, നമ്മൾ ചർച്ച ചെയ്യാൻ പോലും മടിക്കുന്ന ശബരിമല പോലുള്ള വിഷയങ്ങൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പുരോഗമനപരമായിട്ടുള്ള ചിന്തയുടെ ഭാഗം തന്നെയാണെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ജബ്ബാർ മാഷിൻ്റെ സംരക്ഷണ കാര്യത്തിൽ കേരള ഗവൺമെൻറ് ഒരു താല്പര്യക്കുറവ് കാണിച്ചു എന്ന രീതിയിൽ ഒരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമില്ലെന്ന് ഞാൻ കരുതുകയാണ്. എങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പരിശോധിക്കേണ്ടതാണ്. അതിന് വേണ്ട കേന്ദ്രങ്ങളെ നമ്മൾ അറിയിക്കേണ്ടതുമാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ വെല്ലുവിളിക്കുന്ന മത തീവ്രവാദ കേന്ദ്രങ്ങളുടെ കുന്തമുനകൾ ഫ്രാൻസിനെതിരെ തിരിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ജബ്ബാർ മാഷിനെ തിരിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മരിക്കുന്നില്ല എന്നതുവരെ കാത്തിരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം വധഭീഷണിക്ക് വഴങ്ങാതെ അദ്ദേഹത്തിൻ്റെ ആശയപ്രചരണം തുടർന്ന് നടത്താനുള്ള സാഹചര്യം ജീവനോടെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ടത് ഒരു പൗരൻ്റെ അവകാശമാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അവകാശമാണ്. ഈ അവകാശം നിലനിർത്തി കിട്ടുന്നതിനും ആ അവകാശത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിമർശനം തുടരുന്നതിനും വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി തീർക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷ മുന്നേറ്റത്തിന് എല്ലാവിധ പിന്തുണയും നൽകാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അതിനുവേണ്ടിയുള്ള ആശയ പോരാട്ടത്തിൽ എൻ്റെ എളിയ സംഭാവനയും നൽകുമെന്ന് ഞാൻ പറയുകയും കേരളത്തിലെ ഇവിടെ പ്രതിനിധീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി കേരളത്തിലെ എല്ലാ പുരോഗമന ചിന്താഗതിക്കാരുടെയും ഉറച്ച പിന്തുണയോടൊപ്പം ഇടതുപക്ഷ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ പിന്തുണയും ജബ്ബാർ മാഷിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഉണ്ടായിരിക്കുമെന്നും എല്ലാവിധ ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി.